ഹേയ് ഗണികളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ദിവ്ച്ച്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രദീപ് രംഗനാഥൻ നായകനായെത്തിയ ഡ്യൂഡ് എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. സോ അധികം വലിച്ചിട്ട് നമുക്ക് നേരെ റിവ്യൂയിലോട്ട് കിടക്കാം. ഞാൻ അധികം എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെയാണ് സിനിമ കാണാൻ പോയത്. ഈ സിനിമ കാണാനുള്ള എൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മറ്റേ ഊറും ബ്ലഡ് എന്ന് പറയുന്ന പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ ആ പാട്ട് സായി അഭ്യങ്കറിൻ്റെ മ്യൂസിക്കിൽ നമുക്കൊന്ന് പോയി കാണാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ പടത്തിന് പോയത്. പിന്നെ നമുക്ക് അറിയാം, പ്രദീപ് രംഗനാഥൻ അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റെപ്സ് ആയിട്ടുള്ള ലവ് ടുഡേയും ഡ്രാഗണൊക്കെ പോലത്തെ സിനിമകൾ തരുന്ന ഒരു ആക്ടറും ഡയറക്ടറൊക്കെയാണ്. അത് കാരണം ആ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷേ ഡ്യൂഡ് എന്നെ ഒരു പരിധി വരെ സാറ്റിസ്ഫൈ ചെയ്തില്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം എന്താ പറയുക, ഒരു ആവറേജ് സിനിമ എന്നതിലുപരി ഒന്നും തന്നെ പറയാനില്ല എന്ന് പറയാം ഈ സിനിമയിൽ. സംഗതി ഒരു റോംകോം മോഡലിൽ പോകുന്ന സിനിമയാണ്. അത്യാവശ്യം റൊമാൻറ്റിക്കാണ്, അത്യാവശ്യം റൊമാൻസ് ഉണ്ട്, അതുപോലെ തന്നെ കോമഡി കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ബട്ട് എവിടേക്കോ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. കാരണം ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ എന്ന് വെച്ചാൽ മോനെ ഇതിൽ സംഭവം നമ്മുടെ ഡ്രാഗൺ ഇതൊക്കെ പോലെ തന്നെ കൊളുത്താനുള്ള സംഭവമുണ്ട്, രസമാണ്, ഇങ്ങനത്തെ ഫണ്ണ് പരിപാടിയാണ്. സെക്കൻഡ് ഹാഫിലൊരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഫുള്ളൊരു അവിയൽ പരിപാടിയാണ്. സത്യം പറയാലോ, മടുത്തു. ഞാൻ തൃശ്ശൂർ രാഗത്തിൽ പോയിട്ടാണ് സിനിമ കണ്ടത്. അവിടെ നിന്ന് ആൾക്കാർ 3-4 പേര് സിനിമ കഴിയുന്നതിന് മുന്നേ എണീറ്റ് പോയി. അത്രയ്ക്ക് വലിപ്പിക്കൽ നേരിട്ടില്ല സംഭവം. സിനിമ 2 മണിക്കൂർ 19-17 മിനിറ്റ് അങ്ങോട്ടുള്ളൂ. അത്ര സമയം പോലും ആൾക്കാരെ പിടിച്ചെടുത്താൻ പറ്റില്ല. കാരണം ഫസ്റ്റ് ഹാഫ് ഞങ്ങൾ ഫുള്ള് ക്രൗഡ്, അതായത് ആലോചിക്കണം, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. തമിഴ് ഓഡിയൻസും മലയാളം ഓഡിയൻസും ഒക്കെ ഉണ്ടായിരുന്നു രാഗം തിയേറ്ററിൽ. അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ സംഭവം. ആളുടെ ഇൻട്രോയ്ക്ക് ഇതിനൊക്കെ വൻ ഹൈപ്പും കാര്യങ്ങളൊക്കെ. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഒരാളും എനക്കില്ലാത്ത തിയേറ്റർ പോലെയായിരുന്നു ഈ ഡ്യൂഡിൻ്റെ അവസ്ഥ. എന്ന് വെച്ച് ഈ സിനിമ ഒരു വളരെ മോശം സിനിമ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം കുറച്ചധികം നല്ല ചിരിക്കാനുള്ള തമാശകളായാലും കുറച്ചധികം നല്ല മൊമെൻറ്റ്സ് ആയാലും കുറച്ച് എന്ന് വെച്ചാൽ മെസ്സേജ് എന്ന് പറയാനായിട്ട് എനിക്ക് അങ്ങനെ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. എന്നാലും ഒരു ആവറേജ് ഒരു വട്ടം വേണമെങ്കിൽ കാണാം എന്ന് പറയുന്നൊരു സിനിമയിൽ ഉപരി ഡ്രാഗണും ലവ് ടുഡേ ഒന്നും പോലെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു സിനിമയായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. പ്രദീപ് രംഗനാഥൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്ത ഒരു ഇത് നമുക്ക് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയുടെ ബാക്കി എല്ലാം അടിപൊളിയാണ്. ആക്ടിങ് അടിപൊളിയാണ്, മ്യൂസിക് അടിപൊളിയാണ്, ടെക്നിക്കൽ സൈഡ് അടിപൊളിയാണ്. ഇപ്പോൾ എടുത്തു കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. എല്ലാതും അടിപൊളിയാണെങ്കിൽ സ്റ്റോറി വീക്കാവുന്നത്. അതാണ് ഈ സിനിമയുടെ പ്രശ്നം. ഒരു 90s 80s ഇറങ്ങുന്ന സീരിയൽ പോലത്തെ ഒരു സ്റ്റോറി, അതിൻ്റെ ഒപ്പം ഇപ്പോഴത്തെ ഒരു ഇതും കൂടി മിക്സ് ചെയ്തിട്ട് അവർ ഒരു സിനിമ ഇറക്കി. അതാണ് ഈ ഡ്യൂഡെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്. ചിലവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാം, എനിക്ക് അറിയില്ല. ഇപ്പോൾ ഈ സിനിമ കണ്ടു വന്ന് കഴിഞ്ഞ് വീടെത്തി റിവ്യൂ ഇടുന്നതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ പറയുന്നത്. ചിലർക്ക് ഈ സിനിമ ചിലപ്പോൾ വർക്കായേക്കാം. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഒരു ഓക്കെ അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു വട്ടം ഒരു ഫസ്റ്റ് ഹാഫ് കാണാം, ഊറും ബ്ലഡ് എന്ന് പറഞ്ഞ പാട്ടൊക്കെ കേൾക്കാം, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. പാട്ടുകളെല്ലാം അടിപൊളിയാണ്, ടെക്നിക്കലായാലും ആക്ടിങ് ആയാലും അമിത ബൈജു ആയാലും അങ്ങനെ എല്ലാതും രസമാണ്. പിന്നെ മറ്റേ തമിഴിൽ വേറെ തന്നെ ഒരു ആക്ടർ ഉണ്ട്, ആളുടെ പേര് എനിക്ക് പെട്ടെന്ന് വായിൽ വരുന്നില്ല. ആ പുള്ളിക്കാരനും അവരെല്ലാവരും നൈസായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ പടം അങ്ങോട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റായിക എന്നുള്ളൊരു ഫീലിന് ഇത് ഞാൻ തന്തവൈബായി പോയേണ്ടതാണ് എന്താണെന്ന് അറിയില്ല. പക്ഷേ ഈ സിനിമ മൊത്തത്തിലൊരു ആവറേജ് പടം. അതിന് മേലേക്ക് ഒന്നും പറയാനില്ല. ദീപാവലിക്ക് ഇറങ്ങിയ സിനിമയാണ്. തമിഴ് ഓഡിയൻസ് എങ്ങനെ ഏറ്റെടുക്കുന്ന അറിയില്ല. അതിനനുസരിച്ചായിരിക്കും സിനിമയുടെ ഭാവി നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ അത്രേ ഉള്ളൂ. ഡ്രാഗണും ലവ് ടുഡേ ആയിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. വേണമെങ്കിൽ ഒരു വട്ടം കണ്ടു നോക്കാം, അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിലേക്ക് കൊടുത്തുക. മറ്റൊരു സിനിമയുടെ റിവ്യൂവുമായി കാണുന്നവരെ